എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് ഇന്നത്തെ ഭാഗം നോക്കാം. കൃഷ്ണൻ അർജുനനെ വീണ്ടും ഉപദേശിക്കുന്നു. അല്ലയോ അർജുന, ഒരുവൻ ജീവനെ ഒരത്ഭുത വസ്തുവിനെ പോലെ നോക്കിക്കാണുന്നു. വേറൊരാൾ അത്ഭുത വസ്തുവിനെ പോലെ അതിനെക്കുറിച്ച് വിവരിക്കുന്നു. ഇനി ഒരാളാകട്ടെ ആശ്ചര്യ വസ്തുവിനെ പോലെ കേൾക്കുകയും വേറൊരാൾ അതിനെക്കുറിച്ച് കേട്ടാൽ പോലും അറിയുന്നതായി ഭാവിക്കുകയും ചെയ്യുന്നില്ല. പുറം ലോകം ഭൗതികവാദികൾ കാഴ്ചയിലും വിവരണത്തിലും കേൾവിയിലും ഒക്കെ പ്രപഞ്ചം അത്ഭുതപരമായി കാണുന്നു. എത്ര കണ്ടാലും എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും ശരി, അവർക്ക് വസ്തുതം പിടികിട്ടുകയുമില്ല. ഏതു പദാർത്ഥത്തിലും പ്രാണൻ തങ്ങി നിൽക്കുന്നുണ്ട്. പ്രാണൻ ഉള്ളിടത്തോളം കാലം പരീക്ഷണശാലയിൽ ജീവനെ നിർമ്മിക്കാൻ ഒരു പ്രയാസവുമില്ല. അങ്ങനെ എത്ര ജീവനെ നിർമ്മിച്ചാലും ആശ്ചര്യം മാത്രം ബാക്കി നിൽക്കുന്നു. അല്ലയോ ഭാരത, ശരീരത്തിൽ വസിക്കുന്ന ആത്മാവ് അനശ്വരനാണ്. ഞാനിത് മുന്നേ പറഞ്ഞതാണ്. അതിനെ വധിക്കുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെക്കുറിച്ചും ആലോചിച്ച് നീ വ്യസനിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതിനാൽ തൻ്റെ ബന്ധുജനങ്ങളെയും ഗുരുക്കന്മാരെയും ആലോചിച്ച് അവർ മരിക്കുമെന്ന് ഭയക്കാതെ തൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ ഉറച്ചു നിൽക്കാൻ നീ ശ്രമിക്കൂ. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്കുള്ള കർത്തവ്യം ആലോചിച്ചാൽ കൂടി ധാർമ്മികമായ യുദ്ധത്തെക്കാൾ ശ്രേയസ് തരുന്ന മറ്റൊരു മാർഗമുണ്ടോ? അതിനാൽ നീ സ്വധർമ്മത്തെ മുൻനിർത്തി കർമ്മം ചെയ്യുക. ഈ ലോകത്ത് അവനവനുള്ള കർമ്മം ചെയ്യുകയാണ് ഏറ്റവും വലിയ ധർമ്മം. അത് നീ മനസ്സിലാക്കുക. ഇവിടെ കൃഷ്ണൻ സദാ ഉപദേശിച്ചിട്ട് പോലും അർജുനൻ നമ്മളെപ്പോലെയാണ് അല്ലേ? എത്ര പറഞ്ഞാലും നമ്മൾ മനസ്സിലാകുകയുമില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല. ഇനി മലയാള പരിഭാഷ നോക്കാം. അതിശയിപ്പതെന്നു കണ്ടിടുന്നോരാൾ അതിനെയും അതിശയിപ്പതെന്നു ചൊല്ലിടുന്നോരാൾ അതിനെയും അതിശയിപ്പതെന്നു കേട്ടിടുന്നോരാൾ അതിനെയും ഒന്നുമേ മനസ്സിലാക്കിയിടാത്ത മർത്തേരനവധി. ദേഹി മേവിടുന്നു സർവദേഹമുള്ളർജുന, ആവതില്ലൊരിക്കലും വധിക്കുവാൻ നിനക്കെടു. സർവജീവജാലമോർത്ത് ഖേദിക്കയാൽ കുമാരനേ, നീ ഉണർന്നെണീറ്റു നിന്നു വില്ലെടുത്തു പോരിടൂ. ഭഗവാൻ ശ്രീകൃഷ്ണൻ സദാ എല്ലാവർക്കും തുണയായി കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.